നമസ്കാരം. അല്ലാണേ ഞാനും ഓനെക്കൊണ്ടുള്ളൊരു യാത്ര കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്നു. പന്തളത്ത് അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ മുന്നിൽ വന്നപ്പോൾ ഓനെക്കൊണ്ടൊരു ചായ കുടിച്ചേ പറ്റൂ. തന്നപ്പെട്ട ആട്രാവും ഞാനും പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി തട്ടുകടയിൽ കയറി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. കഴുത്തിൽ ഒരു മണിയൊക്കെ ഇട്ട് ഒരാൾ ഇവിടെ കിടക്കുന്നത്. വളരെ ഗമേല. അപ്പോൾ ഞാൻ ഈ കടയിൽ ചേച്ചിയോട് ചോദിച്ചു, എന്താ ചേച്ചി ഈ കഴുത്തിൽ മണിയൊക്കെ കെട്ടി ഇങ്ങനെ? അന്നേരം പറഞ്ഞു, ഇത് കല്യാണി 12 വർഷം മുമ്പ് ശബരിമലയിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര വന്നപ്പോൾ പന്തളത്ത് ഇതിൻ്റെ കൂടെ വന്നതാണ്. അന്ന് തൊട്ട് പന്തളത്തെ അമ്പലത്തിൻ്റെ അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ പരിസരത്തും ഈ ഭാഗത്തെല്ലാം ഉണ്ട്. 12 വർഷമായി. എന്നും രാവിലെ ഒരു ഗ്ലാസ് പാല് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വകയിൽ ഒരു ഗ്ലാസ് പാല് കൊടുക്കും. അങ്ങനെ പറഞ്ഞ് വൈകിട്ട് കുടിക്കുമെന്ന് അറിയത്തില്ല, കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി ഇവിടെ ഒരു ഗ്ലാസ് പാല് കൊണ്ട് കൊടുത്തു. കുറച്ച് നേരമൊക്കെ നോക്കി നിന്ന് കഴിയുമ്പോൾ ചേച്ചി കൊടുത്തില്ല, അന്ന് കുടിച്ചാ പതിവില്ലേ. ആ ആ ശരി. എന്നാലും കൊടു. അങ്ങനെ നേരത്തെ ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു നായ ശബരിമലയിൽ നിന്ന് നടന്നു വന്നു, തിരുവാഭരണ ഘോഷയാത്രയോടെ നടന്നു വന്നു. ഇപ്പോൾ എല്ലാവരും മറന്നുപോയി. നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആളിപ്പോൾ ഇവിടെ ഉണ്ട്. അങ്ങനെ പാല് കുടിച്ചിട്ട് സ്കൂട്ടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ചേച്ചിയോട് പാലിൻ്റെ പൈസ കൊടുക്കാനാകും നോക്കിയിട്ട് ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞു. ഇതേ ഒരു പതിവുള്ള ഇന്നൊരു വൈകിട്ട് കൊടുത്തതല്ല, സാരമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചേച്ചിയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു.